പക്ഷെ എന്തൊട്ടിക്ക് എടുക്കണം അല്ലേ? കാരണം ഇതുമ്മ ഒരു വട്ടം നോക്കിക്കഴിഞ്ഞാൽ പിന്നെ കണ്ണ് നമുക്ക് എടുക്കാൻ തോന്നില്ല, വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നും. അതാണ് ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത. ഈ വണ്ടിയുടെ ഒരു കളറുണ്ടാ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ആങ്ങണ്ടിയൂർ ഇതിനെ വെല്ലാനായിട്ട് ഒരു സ്വിഫ്റ്റ് ഇറങ്ങിയിട്ടില്ല. ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് സ്വപ്നങ്ങളിൽ മാത്രമായിരിക്കും അല്ലേ? പണ്ട് നമ്മൾ ബാക്കിയുള്ളവരെ വണ്ടികൾ BMW ബെൻസൊക്കെ പോകുമ്പോൾ നമ്മളൊന്ന് നോക്കിക്കും. ഇപ്പോൾ BMW പോയാലെന്ത്, ബെൻസ് പോയാലെന്ത്, ഈ കിടക്കണ മുതലിനെ വെല്ലാനായിട്ട് വേറൊരു സാധനം ഇല്ല. അത് അഹങ്കാരമല്ല കേട്ടാ, ഇതൊരു വണ്ടി പ്രാന്തൻ്റെ ഒരു സന്തോഷം കൊണ്ട് പറയണതല്ല. നമ്മുടെ കയ്യിൽ വണ്ടിൻ്റെ കളർ ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ അഹങ്കരിക്കില്ല. പക്ഷെ ഒരു വണ്ടിപ്രാന്തൻ്റെ ഒരു പ്രാന്തിനുള്ള ചെറിയൊരു മരുന്നാണത്. അതെ, ചെറിയൊരു മരുന്നാണ് ഈ കിടക്കണ സാധനം. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഒരു വട്ടം ശ്രമിച്ചാൽ പോരാ, ഒരു 100 വട്ടമെങ്കിലും നമ്മൾ ശ്രമിക്കണം. എന്നാലൊരു ആഗ്രഹം ഇതേമാതിരി നമുക്ക് നേടാൻ പറ്റുള്ളൂ. ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട മാതിരി തന്നെ വണ്ടിക്കാര്യം പറയാൻ ഇപ്പോൾ വർഷം വന്നുള്ള കേട്ടാ. അല്ല ശ്രീകാന്തേ? യെസ്, എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു. വണ്ടി കിട്ടിയിട്ട് ഇതുവരെ വണ്ടിയുടെ ഫോട്ടോ കാണിച്ചില്ലല്ലോ, വീഡിയോ കാണിച്ചില്ലല്ലോ എന്നൊക്കെ പറയണ് വേഗം എടുക്കണം മുതൽ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഐറ്റം. അപ്പോൾ ഇത്രയും നാളായിട്ട് നമ്മൾ കാത്തിരുന്നിട്ട് നമ്മുടെ ചേട്ടൻ്റെ കല്യാണത്തിന് നമ്മൾ കറക്റ്റ് ആ ദിവസം നോക്കിയിട്ട് നമ്മൾ വണ്ടി ഇറക്കില്ല. ശ്രീകാന്തേ, വണ്ടീനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നമ്മളോട് എപ്പോഴും ചോദിച്ചു പറഞ്ഞു, വണ്ടി എവിടെ, ഒന്ന് കാണിക്കുക ചേട്ടാ, ഒരു ഫോട്ടോ എങ്കിലും ഇറക്കി ചേട്ടാ, അതെവിടെ പണിയാൻ കൊടുത്തുള്ള, അതിൻ്റെ കളർ എന്താണെന്നുള്ള കുറേ കാര്യങ്ങൾ പിള്ളേരുകൾ നമ്മളോട് പേഴ്സണലി ചോദിച്ചായിരുന്നു. അപ്പോൾ വണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഡ്രൈവ് 69 നമ്മുടെ ചങ്കുകളുടെ ഷോപ്പാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ വണ്ടി ഫുള്ളായിട്ട് പണിതിറക്കിയത്. വണ്ടിയുടെ ആദ്യത്തെ കോലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മളറിയണ നമ്മളെ വണ്ടീനെ കുറിച്ച് അറിയണ എല്ലാവർക്കും അറിയാം, വണ്ടി ആകെ പോയിക്ക് എടുക്കാറുണ്ട്. പക്ഷേ ആ ഒരു വണ്ടീനെ ഈ ഒരു കോലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ ഒരുപാട് കഥകളും ഉണ്ട് അല്ലേ? പക്ഷെ ആ കഥകളൊക്കെ ഇന്നതേ നോക്കിയേ ഇതിങ്ങനെയായി നിൽക്കുകയാണ്. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി എടുത്ത് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റോട്ടിൽ നിന്ന് കിട്ടുന്ന റിയാക്ഷൻ ആണെങ്കിലും ബാക്കിയുള്ള റിയാക്ഷൻ ആണെങ്കിലും വളരെ വലുത്, നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കേസാണ്. ഹാപ്പിനെസ് ആണ്. കാരണം വെച്ചാൽ ആ ഒരു കോലത്തിൽ ഇവിടുന്ന് മലപ്പുറത്തും വരെ ഞാൻ ഓടിച്ചോണ്ടുപോയി. ഞങ്ങൾ വണ്ടിയാണ് കൊണ്ടുപോയിട്ട് എന്തിനാ അവിടെ കൊണ്ടുപോയി പണിതെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഇത്രയും ലോങ്ങിൽ എന്തിനുകൊണ്ട് പണിത്? അവിടെ മലപ്പുറം ഇവിടെ നിന്ന് സ്ഥലം ഇല്ലാണ്ടാണോ ചോദിച്ചു. അതെ, അപ്പൊ ഒരു മിഠായി മേടിക്കാനാണ് പോയത്. അത് മഞ്ച് മിഠായി മേടിക്കാൻ വേണ്ടി വെറുതെ എടുക്കുക മഞ്ച് മിഠായി. ആ മിഠായി ഇപ്പൊ ഇറക്കിയപ്പോ ആൾക്കാർക്ക് ഇപ്പൊ കൗതുകത്തോട് നോക്കിക്കുന്നു, അതൊരു സന്തോഷമുണ്ട്. ഇവിടെ പണിതാ കിട്ടുന്നുള്ളത് എനിക്കറിയില്ല, കാരണം നമ്മളിവിടെ ചെയ്തിട്ടില്ല. ഈ ഐറ്റം ചെയ്യണവരുണ്ടാവും. പക്ഷെ ഇത് നമ്മ ഒരു സംഭവം വിചാരിക്കുമ്പോഴത്തേനും നമുക്ക് അവിടുന്നൊരു പ്രഷറുണ്ട്. നമ്മൊരു ടീമിനായിട്ട് ലിങ്കായിട്ട് നമ്മൾ ചെയ്യുമ്പോ അവരെ ഐഡിയയും നമ്മളെ ഐഡിയ എല്ലാം കൂടി മിങ്ങളായിട്ട് ഒരു സാധനം അങ്ങോട്ട് ഐറ്റം ഇറക്കി. അതായത് നമ്മള് മനസ്സിൽ വിചാരിച്ചതിനെക്കാട്ടും അപ്പുറത്ത് നിന്നിട്ട് വണ്ടി നമുക്ക് പണിത് തന്നു, കിണ്ണം കാഴ്ച കിട്ടി. ആ ഒരു കാര്യത്തിൽ നമുക്ക് ഒന്നും പറയാനില്ല. കാരണം വണ്ടിയുടെ കോലം ജസ്റ്റ് ഒരു ക്ലിപ്പ് ഞാൻ ഇപ്പൊ കാണിക്കാം. ആ ഒരു കോലത്തിന് ഈ ഒരു കളറിക്കും ഈ ഒരു ലുക്കിലേക്കും വണ്ടീനെ എത്തിക്കാൻ വേണ്ടിട്ട് ഒരുപാട് ആ വണ്ടി എന്താണ് ഈ വണ്ടി, അതാ നിങ്ങൾ വേറെ വണ്ടി എടുത്തോ സത്യം പറയണമെന്നൊക്കെ. പക്ഷെ ഈ വണ്ടിയോടുള്ള നമ്മുടെ അറ്റാച്ച്മെന്റ് വളരെ വലുതാണ്. കാരണം എന്താ പറയുക, ഞങ്ങളുടെ സ്റ്റാർട്ടിങ് ലെവൽ തൊട്ട് ഈ വണ്ടി നമ്മുടെ കൂടെ ഉണ്ട്. ആ വണ്ടി തട്ടിയപ്പോഴൊക്കെ കുറേ പേര് പറഞ്ഞു, എടാ ഈ വണ്ടി കൊടുത്തോ, വേറെ വണ്ടി എടുക്കുക, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് ഇതിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ് കാരണമാണ് ഈ വണ്ടി ഇന്ന് നോക്കിയ സ്റ്റാറായിട്ട് നിൽക്കുന്നത്. വണ്ടിക്ക് മാത്രം ഇന്നുവരെ പരിക്കുകൾ പറ്റിയിട്ടുള്ളൂ, വണ്ടിയിലുള്ളവർക്ക് ആർക്കും ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഇവനെ കൂടെ കൂട്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള വണ്ടിയുടെ ലുക്കും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് നടന്ന് കാണാം അല്ലേ ഗൈസ്? അപ്പോൾ നോക്കിയേ, ഇപ്പം നമ്മളുള്ളത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ പനയംകുളങ്ങര എന്ന് പറയുന്ന അമ്പലത്തിലുണ്ട്. ആ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ വണ്ടി ഇട്ടുള്ള അമ്പലം, അവിടെ കാണാം. അപ്പോൾ വണ്ടിയുടെ ഒരു ഔട്ട്ലുക്ക് കാര്യങ്ങൾ നമുക്കിങ്ങനെ നോക്കുമ്പോൾ നല്ല കിണ്ണം കാഴ്ചയായിട്ട് കാണാം.
പക്ഷെ എൻ്റെ മോനെ ചെന്തുട്ടിക്ക് എടുക്കണം അല്ലേ? കാരണം ഇതുമ്മ ഒരു വട്ടം നോക്കിക്കഴിഞ്ഞാൽ പിന്നെ കണ്ണ് നമുക്ക് എടുക്കാൻ തോന്നില്ല, വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നും. അതാണ് ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത. ഈ വണ്ടിയുടെ ഒരു കളറുണ്ടാ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ആങ്ങണ്ടിയൂര് ഇതിനെ വെല്ലാനായിട്ട് ഒരു സ്വിഫ്റ്റ് ഇറങ്ങിയിട്ടില്ല. ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് സ്വപ്നങ്ങളിൽ മാത്രമായിരിക്കും അല്ല ശ്രീകാന്ത്? അതെ. പിന്നെ ഇതിനോടൊപ്പം വേറൊരു കാര്യം പറയാം, നമുക്കിതൊരു ഇൻസ്പിറേഷൻ ആയിട്ട് ആൾക്കാർക്ക് ഇനി ചെയ്യാൻ പറ്റുന്നവർക്ക് നമ്മ കോണ്ടാക്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് തരാവുന്നതാണ്. നമ്മള് വണ്ടി പണിത സ്ഥലത്തേക്ക് നമുക്ക് റെഫർ ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മൾ റെഫറൻസ് കാര്യങ്ങളൊക്കെ തരാം. അപ്പോൾ നമ്മളെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളും സെറ്റ് ആക്കിയിട്ട് വണ്ടി പണിത് കിട്ടും. അപ്പോൾ വണ്ടി എന്ന് പറയുമ്പോൾ ഇതാണ് വണ്ടി അല്ല ഗൈസ്? പണ്ട് നമ്മൾ ബാക്കിയുള്ളവരെ വണ്ടികൾ BMW ബെൻസൊക്കെ പോകുമ്പോൾ നമ്മളൊന്ന് നോക്കിക്കും. ഇപ്പോൾ BMW പോയാലെന്ത്, ബെൻസ് പോയാലെന്ത്, ഈ കിടക്കണ മുതലിനെ വെല്ലാനായിട്ട് വേറൊരു സാധനം ഇല്ല. നമ്മുടെ കയ്യിലുള്ള മുതലിനെ നമ്മൊരു സാധനമാക്കിയിട്ട് ഇറക്കുമ്പോൾ ഈ ഒരു റോട്ടിൽ കൂടെ സ്വിഫ്റ്റ് ഇഷ്ടം പോലെ പോകുന്നുണ്ട്. അതെ, ഈ മറ്റേ ഡ്രസ് കോഡ് ഇട്ട പോലെ. ഇപ്പൊ കുറച്ച് ആൾക്കാരൊക്കെ മാറ്റി ചിന്തിച്ച് പല കളറുകൾ ഇറക്കി തുടങ്ങി. നമ്മളും എന്തുകൊണ്ട് ഒരു വെറൈറ്റി കളർ വ്യത്യസ്തമായിട്ട് ചിന്തിച്ചു കൂടാന്നുള്ളത്. ഇതിപ്പോ ഈ ഒരു കളറിലുള്ള സ്വിഫ്റ്റ് വേറെ ഇല്ലാന്ന് തോന്നുന്നുണ്ടല്ലേ? വേറെ സ്വിഫ്റ്റ് ഇല്ല ഗൈസ്. ഈ ഒരു കളറിലുള്ള ഈ ഒരു വേരിയന്റിൽ ഇങ്ങനെ പണിതൊരു വണ്ടിയാണ് നമ്മുടെ അടുത്ത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഉണ്ട് കേട്ടോ. ഇത് അഹങ്കാരല്ല കേട്ടാ, ഇതൊരു വണ്ടി പ്രാന്തന്റെ ഒരു സന്തോഷം കൊണ്ട് പറയണല്ല. നമ്മുടെ കയ്യിൽ വണ്ടിന്റെ കളർ ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ അഹങ്കരിക്കില്ല. പക്ഷെ ഒരു വണ്ടിപ്രാന്തന്റെ ഒരു പ്രാന്തിനുള്ള ചെറിയൊരു മരുന്നാണിത്. അതെ, ചെറിയൊരു മരുന്നാണ് ഈ എടുക്കണ സാധനം. വേറെന്താണ് വേറെ പറയാനുള്ളത് വെച്ചാൽ, നമ്മള് വണ്ടി ഇങ്ങനെ തട്ടി വിഷമായിട്ട് ഇരിക്കായിരുന്നു, വണ്ടി കിട്ടി. പിന്നെ നമുക്ക് ചെറിയ വീട്ടിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ വിഷമങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? വണ്ടി എടുത്തൊന്ന് പുറത്തേക്ക് ഇറങ്ങും. അതായത് ദേഷ്യം വന്നു ഞാൻ വണ്ടി കെട്ടിയെടുത്ത് ഇറങ്ങും. ആ ദേഷ്യം കണ്ട് മാറും. ആ നാട്ടിൽ ഇറങ്ങുമ്പോൾ ആ ഒരു നോട്ടം, പിള്ളേരുടെ നോട്ടമായാലും ബാക്കിയുള്ള എല്ലാവരും നോട്ടം കിട്ടുമ്പോൾ സമാധാനം വരും മനസ്സിൽ. ആ സാധനത്തിന് ആ ഒരു ഹാപ്പിനെസ് നമുക്ക് കിട്ടാൻ പറഞ്ഞാല് പതുക്കെ നമ്മ പോവാ. ആദ്യമൊക്കെ നമ്മൾ റോട്ടിൽ വെച്ച് കണ്ടിയത്. അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ ആൾക്കാർക്കും കാണാൻ ഒരു മിന്നൽ മുരളി പോലെ ലുക്കെല്ലാം ഉദ്ദേശിക്കണേ. പതുക്കെ പോവാ, എല്ലാവർക്കും കാണാൻ വേണ്ടി. ഇപ്പൊ പറയാനെടുത്ത് നമ്മ കൊറേ പേര് ഇപ്പൊ നമ്മുടെ അടുത്ത് ചേട്ടാ ഒന്ന് ഫോട്ടോ എടുക്കട്ടെ, അതിനും വേറെ സന്തോഷം, നമുക്ക് സന്തോഷമുള്ളൂ. എന്നുവെച്ചാല് നമ്മൾ ഇന്നും വണ്ടി എടുത്തിട്ട് വീഡിയോ കാര്യങ്ങളും എടുക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള ഏതോ പിള്ളേർ നമ്മുടെ സ്നേഹതീരത്തേക്ക് വന്നതാ. അപ്പോൾ വണ്ടി ഇങ്ങനെ പോകണ്ടിട്ട് ഫോളോ ചെയ്ത് വന്നിട്ട് വണ്ടി നിർത്താൻ പറഞ്ഞു, ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു. ചേട്ടാ ഫോട്ടോ, അതിനെന്താ ഫോട്ടോ എടുത്തോളൂ. കുറേ നേരം സംസാരിച്ചു. പാലക്കാടുള്ള പിള്ളേർ, അങ്ങനെ കുറേ പിള്ളേരുകൾ വരുന്നുണ്ട് കേട്ടാ. അപ്പോൾ വണ്ടി നമുക്ക് മാത്രമല്ല കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷം ഉണ്ടല്ലേ ശ്രീകാന്ത്? ഒരുപാട് സന്തോഷം. ഇപ്പോൾ വണ്ടിയുടെ ഉള്ളിലാണെങ്കിൽ തന്നെ നമ്മൾ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ തന്നെ നൈസ് റെഡ് ആൻഡ് ബ്ലാക്കിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ വണ്ടി എടുത്തപ്പോൾ തൊട്ടുള്ള ആദിയോഗി വണ്ടിയുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെക്കൻ ബാക്കിരിക്കും. എവിടെടാ നീ? യെസ്, ചെക്കൻ അവിടെ ഇരുന്നിട്ട് വീഡിയോ എടുത്തോണ്ടിരിക്കുക. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ വണ്ടിയുടെ ബാക്ക് വശം വരുന്നത് കേട്ടോ. അപ്പോൾ ഒരു സ്പോർട്ടി മോഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ സ്പോയിലറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ ശ്രീകാന്ത്? സ്പോർട്ടി ബമ്പറും കൊടുത്തിട്ടുണ്ട്. ഇതിന് നമ്മുടെ വണ്ടി പണിത ഡ്രൈവ് 69 ഓട്ടോമാറ്റീവ് ഗൈസ്. അപ്പോൾ മൊത്തത്തിൽ വണ്ടീനെ കളറാക്കി കിടുക്കിയിട്ട് നമുക്ക് തന്നു. പിന്നെ ഇപ്പോൾ എന്തോരോ വണ്ടിനെ കുറിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. സത്യം പറയാനൊന്നുമില്ല. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളോട് പറയാം, രേഖപ്പെടുത്താം. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല. അതെ. അല്ല, നമ്മള് നോർമൽ രീതിയിലുള്ള ഒരു മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ളൂ. നമ്മള് ആർഭാടമായിട്ടുള്ള പോലീസുകാർക്കും ആർക്കും വല്ലാണ്ട് ചൊറയില്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെ, നമുക്ക് കൊണ്ടുനടക്കാൻ വേണം, നമ്മുടെ പേഴ്സണൽ യൂസിനുള്ള വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ നമ്മൾ അതിനെ പണിത് കുട്ടപ്പനാക്കിയിട്ട് ഇതേ വെച്ചേക്കാണ്. ഇനി ഞങ്ങൾ ഈ വണ്ടിയായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടാവും. നമ്മൾ ഇഷ്ടപ്പെടുന്നവരും വണ്ടിനെ ഇഷ്ടപ്പെടുന്നവരും വണ്ടി കാണുകയാണെന്നെങ്കിൽ വന്ന് സംസാരിക്കുക, നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുക അല്ലേ? നമുക്ക് സന്തോഷമുള്ള ഗൈസ്. അപ്പോൾ എന്താ പറയുക, ഇനി വേറെ എന്തെങ്കിലും കൂടുതലായിട്ട് ആൾക്കാരോട് പറയാനുണ്ട്, നമ്മുടെ പ്രേക്ഷകരോട് പറയാനുണ്ട്? അതായത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഒരു വട്ടം ശ്രമിച്ചാൽ പോരാ, ഒരു 100 വട്ടമെങ്കിലും നമ്മൾ ശ്രമിക്കണം. എന്നാലൊരു ആഗ്രഹം ഇതേമാതിരി നമുക്ക് നേടാൻ പറ്റുള്ളൂ. നമ്മൾ 4 മാസം വണ്ടി തട്ടിയതിനു ശേഷം കയറി കിടന്നത്. 4 മാസം കൊണ്ട്
മഴ പിന്നെ വയനാട് പ്രശ്നം അതും ഇതൊക്കെ ആയിട്ട് വയനാട് പ്രശ്നമൊക്കെ എന്ന് പറഞ്ഞാൽ വണ്ടി പെയിന്റ് അടിക്കുന്ന ക്ലൈമാക്സ് എത്തിയപ്പോൾ പെട്ടു. കാരണം വണ്ടി പെയിന്റ് അടിക്കാൻ പറ്റണ്ടേ, മഴയും കാര്യങ്ങളാണെന്നുള്ള മൂഡിൽ നിൽക്കണ നേരത്താണ് ഈ വക പ്രശ്നങ്ങൾ വരുന്നത്. അതെ, മഴയത്തൊരു രക്ഷയില്ല, നടക്കുന്നില്ല. അങ്ങനെ 2 പ്രാവശ്യം അടിച്ചു നോക്കി, വേണ്ടാന്ന് പറഞ്ഞു, അവിടെ കിടന്നോട്ടെ പറഞ്ഞു. എന്നിട്ട് ലാസ്റ്റ് സാധനം സെറ്റായി. ഈ ഒരു കളറിലേക്ക് എത്തിയേട്ടാ, 1-2 കോട്ടിങ് ഒക്കെ അടിച്ച്. പിന്നെ ഈ ഒരു കളറിലേക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ ഒരു കളറിലേക്ക് അവസാന നിമിഷത്തിലാണ് എത്തിയത്. ഈ ഒരു നിമിഷത്തിൽ എത്തിയപ്പോൾ നമുക്ക് ഒന്നും പറഞ്ഞില്ല, ഫിക്സ് ഇതന്നെ മതി കളർ എന്ന് പറഞ്ഞു, സെറ്റാക്കി. അപ്പോൾ അതിലങ്ങട് സാധനം ക്ലൈമാക്സിൽ അവസാനം ലേറ്റസ്റ്റ് ആയി എന്ന് പറഞ്ഞ മാതിരി ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ഐറ്റം കിട്ടി. അപ്പോൾ നിങ്ങളോട് ഞാൻ പറയണത് മറക്കണ്ട, നമ്മുടെ ലൈഫിൽ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് നേടാവുന്നതേ ഉള്ളൂ. മനസ്സിൽ ആത്മാർത്ഥമായിട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുള്ളൂ അറിയാം. പക്ഷെ ഈ പൈസക്ക് വേണ്ടിട്ട് നമ്മളെ ജീവിതത്തിൽ കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് എടുക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും അവരവരുടെ ആഗ്രഹങ്ങൾ ലൈഫിൽ നേടാ, ഹാപ്പി ആയിട്ട് ജീവിക്കുക. അവരുടെ ജീവിതം ഉള്ളോട്ടാ, ആ ഒരു ജീവിതം എങ്ങനെ കടിച്ചു വിളിക്കാൻ പറ്റും അങ്ങനെ കടിച്ചു വിളിക്കാം. അപ്പൊ നമ്മള് സന്തോഷിക്കുന്നത് ഈ ഒരു ഒക്കെ തന്നെ, നമ്മുടെ എല്ലാ സാമ്രാജ്യം ഇവൻ തന്നെയാണ്. ഇതുമ്പോ തന്നെ നമ്മ ഉള്ളില് കുറച്ച് പണികളൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതെ, അത് പതുക്കെ ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഫിനാൻഷ്യലി വണ്ടി ഇറക്കിയപ്പോ നമ്മളൊന്നും ചെറുതായിട്ട് ഡള്ളായിട്ടുണ്ട്. ഇനി പതുക്കെ നമ്മൾ ഏൺ ചെയ്ത് വണ്ടിയുടെ ഉള്ളിലും കുറച്ചും കൂടി മോഡിഫിക്കേഷനും കാര്യങ്ങളും ആക്കി ഒന്ന് സെറ്റാക്കിയിട്ട് നമ്മള് ഇറക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വണ്ടി വിശേഷങ്ങൾ. ബാക്കിയുള്ള ക്ലിപ്സും കാര്യങ്ങളും വണ്ടിയുടെ കുറച്ച് മോഡൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഗൈസ്. ആ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മളിഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പൊളിക്കുക. See you guys. Ta-da.